വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള മോരുകറിയാണ്. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സിമ്പിൾ പുളിശ്ശേരി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതായത് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത പുളിശ്ശേരി. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളികേരം അരക്കാത്ത മോരുകറി ഞാൻ ചെയ്യാറുണ്ടെന്ന്. അപ്പൊ അത് കേട്ടപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ അത് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ബാച്ചിലേഴ്സിന് പ്രത്യേകിച്ചും ഈസിയാണ് അല്ലെ. കാരണം നാളികേരത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, വേറെ പച്ചക്കറികളുടെ ആവശ്യമൊന്നുമില്ല. വെറും മോരുണ്ടെങ്കിൽ ബാക്കിയുള്ള ചെറിയ സ്പൈസസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള മോരുകറി തയ്യാറാക്കി എടുക്കാം. നമ്മുടെ നാട്ടിൽ മോര് കാഴ്ച എന്ന് പറയാം. പുളിശ്ശേരി മോര് കാഴ്ച മോരുകറി എന്ത് വേണമെങ്കിലും പേര് പറയാവുന്ന ഈ കറി തയ്യാറാക്കിയതിനു ശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് എങ്ങനെയാണ് മോര് കാഴ്ച തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് തേങ്ങ അരക്കാത്ത മോര് കാച്ചിയത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന അത്രയും എളുപ്പമുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഗ്ലാസ്സിൽ, അതായത് 240 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് കട്ടത്തൈരാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് തൈരല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മോര് ഉപയോഗിക്കാം, എന്തായാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നന്നായി അങ്ങ് അടിച്ചെടുക്കാൻ പോകണം, അതായത് കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ദുബായിലൊക്കെ ഈ സമയത്ത് പ്രത്യേകിച്ച് തണുപ്പ് കാലമാണ്, അപ്പോൾ തൈരിനൊന്നും പുളിയില്ല ചേച്ചി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പായിട്ട് എടുത്ത് പുറത്ത് വെക്കും. പക്ഷേ വേറൊരു സൂത്ര വഴി കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഇന്നലെയാണ് തൈര് വാങ്ങിച്ചത്, ഇന്ന് നമുക്ക് മോരുകറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുത്ത് വെക്കാൻ ദിവസങ്ങളില്ല അല്ലെ. അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈസൂർ മസാല ദോശയുടെ റെസിപ്പിയിൽ ഞാൻ ടിപ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാം. എന്താണത്? അതായത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക. ഒരുപാട് ഹൈ ടെമ്പറേച്ചർ അല്ല, ജസ്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട്. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചൂടുണ്ട്, അതേസമയം ഭയങ്കര ചൂടല്ല കേട്ടോ. അതുപോലത്തെ വെള്ളത്തിൽ നമുക്ക് ഇതുപോലത്തെ തൈര് ഇറക്കി വെക്കാം. ഒരു 7 മണിക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഉറങ്ങുന്നേക്കാൾ മുമ്പായിട്ട് 3-4 പ്രാവശ്യം ചൂടുവെള്ളം മാറ്റി വെക്കുക. അതായത് നമ്മൾ ഓവർ ചൂടല്ല കേട്ടോ. ഓവർ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മോരങ്ങ് വെന്ത് പോണ പോലെയോ അങ്ങനെയല്ല. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ നമ്മളിത് ഇറക്കി വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ അതിന്റെ ചൂട് പോയിട്ടുണ്ടാവും. വീണ്ടും പുതിയ ചൂടുവെള്ളത്തിലോട്ട് ഇത് ഇറക്കി വെക്കാം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഉറങ്ങുന്നേക്കാൾ മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കും അത്യാവശ്യം, അല്ലെങ്കിൽ ഉച്ചയാവുമ്പോഴേക്കും അത്യാവശ്യം പുളി ആയിട്ടുണ്ടാവും നമ്മുടെ തൈരിന് കേട്ടോ. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കും നിങ്ങൾ. ഇത് ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല പുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പുളിയുള്ള തൈരാണിത്. നമുക്ക് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ചമോരിന്റെ കൺസിസ്റ്റൻസിയിൽ ഇരിക്കുക, ലൈറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മോര്, നല്ല മോര്, കട്ടി മോരാണ്, ഓവർ ലൂസ് അല്ല, നല്ല അത്യാവശ്യം കട്ടിയുള്ള മോരാണ്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ 2 ഗ്ലാസ് തൈര് അടിച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, നോർമൽ വാട്ടർ കേട്ടോ. ഓക്കെ, നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ആയിക്കോട്ടെ കേട്ടോ. ഇച്ചിരി 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഓക്കെ, ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു 2 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 വെളുത്തുള്ളി വലുത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചിടുക. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇത് നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും റെഡി ആവുന്ന സംഭവമാണ്. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്, കറിയൊക്കെ വെക്കാൻ അധികം പച്ചക്കറികളൊന്നും വീട്ടിലില്ല, മോര് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം ഉണ്ടാക്കിയെടുത്ത് ഒരു അച്ചാറോ പപ്പടം ഉണ്ടെങ്കിൽ കുശാലായിട്ട് നമുക്ക് ചോറുണ്ണാം. ഇതുപോലത്തെ നമ്മുടെ നാടൻ കറികളാണ് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ആക്ച്വലി നമ്മുടെ നാട്ടിൽ, അതായത് തൃശ്ശൂർ ഭാഗത്ത് അധികം പണ്ട് ഞാൻ ചെറുപ്പത്തിലൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ തെക്ക് സൈഡിലോട്ടൊക്കെ ട്രാവൽ ചെയ്ത സമയത്താണ് ആ സൈഡിലത്തെ ഹോട്ടലിൽ കയറുമ്പോഴാണ് ഇതേപോലത്തെ മോരുകറി, നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളിട്ട മോരുകറി, നാളികേരം അരച്ച മോരുകറിയൊക്കെ കാണാറുള്ളത്. പക്ഷെ ആ സൈഡിലോട്ട് പോകുന്നതോറും നമ്മൾ ടേബിളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ ടേബിളിൽ രസത്തിന്റെ കൂടെ പച്ചമോരിന് പകരമായിട്ട് ഇതേപോലത്തെ മോരുകറിയാണ് ഉണ്ടാവാറ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലത്തെ ഒരു ഫ്ലേവർ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലൊക്കെ സാധാരണ രീതിയിൽ മോരുകറിയിൽ ഈ വെളുത്തുള്ളി ഇടാറില്ല. പക്ഷേ ഈ കറിയിൽ പ്രത്യേകിച്ചും വെളുത്തുള്ളിയുടെ ഫ്ലേവർ, ഒരുപാട് വെളുത്തുള്ളി ഇടാൻ പാടില്ല കേട്ടോ. ഒരു അല്ലി വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അതേസമയം നിങ്ങൾക്ക് വെളുത്തുള്ളി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം.
ഇതിന്റെ ഫ്ലേവറിംഗ് എന്ന് പറയുന്നത് നമ്മളിനി കാച്ചി ഒഴിക്കില്ലേ, അപ്പോഴാണ് കറി ആയിട്ട് മാറുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ അങ്ങ് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആ മോരങ്ങ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മോര് ഒഴിക്കുകയാണ്, നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരിക്കലും മോര് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ലൈറ്റ് കാരണം ഇതിലത്തെ മഞ്ഞ കളർ അറിയുന്നില്ല അല്ലേ. എൻ്റെ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് എന്താ കോമ്പിനേഷൻ അറിയാമോ? ഈ മോരുകറിയും സാമ്പാറും പിന്നെ എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഈസി തക്കാളി വഴറ്റിയത്. അതാണ് എൻ്റെ കോമ്പിനേഷൻ ഉച്ചക്കലത്തെ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മോര് ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ചെറുതായി ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് താളിച്ച് ചേർക്കണം. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല ഇതുവരെ. നല്ല അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ നമ്മുടെ മോരിന്. ഉപ്പ് സൂക്ഷിച്ചിട്ട് കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മോരുകറി അത്യാവശ്യം ചെറിയ ചൂട് വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. അപ്പത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. എൻ്റെ കുക്കർ വിസിലടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഇത്തിരി കട്ട പിടിച്ചിരിക്കുന്ന പോലെയാണ്. അതിനിപ്പോൾ 1.25 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിലാണ് സ്വാദ് കിട്ടുക നമ്മുടെ നാടൻ മോരുകറിയിലൊക്കെ. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് വറ്റൽമുളക്, 2-3 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഒരു പച്ചമുളക് കീറിട്ട് കഴിഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. നന്നായി ചൂടാവുന്ന സമയത്ത് മാത്രം കടുക് ഇട്ട് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും മുറിച്ചിടണം. ഒറ്റയ്ക്ക് പച്ചമുളക് തനി ഇടരുത്. തനി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലാസ്റ്റ് ആവും, അത് സൂക്ഷിക്കുക. ഇനി നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഈ കടുകൊന്ന് പൊട്ടട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. മൊത്തത്തിലുള്ള ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കാൻ പോകണമെന്ന് അറിയാമോ? ഒരു നുള്ള് ഉലുവയുടെ പൊടി. ഒരുപാട് കൂടാൻ പാടില്ല, കനപ്പരസം വരും, സൂക്ഷിക്കുക. ഉലുവ നമ്മൾ ഓൾറെഡി പൊട്ടിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി. പിന്നെ ഒരല്പം മുളക് പൊടി, നല്ല കളർ കിട്ടാൻ വേണ്ടി നമ്മുടെ മോരുകറിക്ക്. അതുപോലെ തന്നെ എൻ്റെ മോരുകറിയിൽ മഞ്ഞൾപ്പൊടിയുടെ കുറവ് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഒരു കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മോര് കാച്ചിയതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് തിരിച്ചൊഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ശരിക്കും അങ്ങ് ഒഴിക്കണം. അതാണ് അതിൻ്റെ രീതി. സംഭവം കിടക്കാനായിട്ടുണ്ട്. കാച്ചി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചോളൂ കേട്ടോ. ആ വെളിച്ചെണ്ണയുടെയും നമ്മുടെ കാച്ചി വറവിട്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും ആ ഫ്ലേവറൊക്കെ നമ്മുടെ മോരുകറിയിലോട്ട് അങ്ങ് വ്യാപിച്ചോട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. ഓൺ ചെയ്ത് വെക്കരുതേ, കാരണം ഇത് പിരിയും. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത്തിരി കൂടി ഉപ്പ് കുറവുണ്ട്. അടിപൊളി മോരുകറി കേട്ടോ. ആവശ്യത്തിന് പുളിയുണ്ട്. ഞാനൊരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കറി പൂർണ്ണമാകാത്ത പോലെയാണ്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും വരും. അപ്പോൾ പഞ്ചസാര ഓപ്ഷനിലാണ്. ഒരു നുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പേടിക്കൊന്നും വേണ്ട. ഇതിൽ പറയും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തേങ്ങ അരച്ചിട്ടില്ല എന്ന്. തേങ്ങ അരക്കണമെന്നൊന്നുമില്ല, ഒരു നല്ല കറിയാവാൻ അല്ലേ. ശരിക്കും മാമ്പഴപ്പുളിശ്ശേരിയുടെ ഒക്കെ മണം വരുന്നു. കൊതിയായിട്ട് വയ്യ. അത്ര കാലമായി മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തിട്ടാ ഞാൻ. ആഹാ, എല്ലാം കറക്റ്റ് ആയിട്ട് കേട്ടോ. എരിവും കറക്റ്റാണ്. അപ്പോൾ എരിവൊക്കെ കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്രേ ഉള്ളൂ നമ്മുടെ സ്വന്തം മോരുകറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്നെക്കൊണ്ട് ജോലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ പാടണം കേട്ടോ. ഓക്കെ. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതേക കാന്തിയിൽ മുങ്ങി മുങ്ങി കടലും മിഴിയും കവർന്നു മിന്നി കരയൊറ്റൊരാളസൽ രാമഭംഗി. കടലും മിഴിയും കവർന്നു മിന്നി കവർന്നു മിന്നി കവറല്ല ഈസി വരെയാണ് കരളിൽ. ഞാനിപ്പോ എന്തിനാ കരളിൽ ഈസി വരാൻ എന്തെടുത്തുകൊണ്ടാണ്? കരലും കരൽ എന്റെ കരലേന്ന് വിളിക്കില്ല നമ്മള്. ചക്കരേ കരലേ കരൽ കരൽ കരലും കടലല്ല കരൽ
ഓക്കെ